ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതായത് എവിടെയാണ്? ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതായത് പാകിസ്ഥാനിലെ ലാഹോറാണ്. പാകിസ്ഥാനിലെ ലാഹോർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോത്രവർഗ ഉത്സവമായ നഗോബ ജാത്ര ഉത്സവം നടക്കുന്ന സംസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോത്രവർഗ ഉത്സവമായ നഗോബ ജാത്ര ഉത്സവം നടക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാന. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം ഏതായിരുന്നു? 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം 2024 2016 റെക്കോർഡ് മറികടന്നാണ് 2024 ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ചൂടേറിയ വർഷമായത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകൻ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരൻ. പ്രൊഫസർ KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ KP ശങ്കരനാണെങ്കിൽ 2024 പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2023 വി മധുസൂദനൻ നായർ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹരായ സാഹിത്യ നിരൂപകരാണ് 2023 വി മധുസൂദനൻ നായർ, 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി, 2025 പ്രൊഫസർ KP ശങ്കരൻ. അടുത്ത ചോദ്യം, 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല. തൃശ്ശൂർ ജില്ലയാണ്. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. 2ാം സ്ഥാനം പാലക്കാടും 3ാം സ്ഥാനം കണ്ണൂരുമാണ്. 1ാം സ്ഥാനം തൃശ്ശൂർ, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. അടുത്ത ചോദ്യം, ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് അടുത്തിടെ അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജോർജ് കുമ്പനാട് എന്നാണ്. ഉപ്പായി മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് കുമ്പനാട് എന്നാണ്. അടുത്ത ചോദ്യം, ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതി പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതി പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജാണ്. പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം. ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ്? പോയം 4 എന്ന പേടകത്തിലാണ് ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ചത്. അടുത്ത ചോദ്യം, US സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? US സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് കാഷ് പട്ടേൽ. താങ്ക് യു.